സായിപ്പിന് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സാധിച്ച് ഭഗവത്ഗീത മാത്രമായിരുന്നു. അപ്പോൾ അവർ കുറേ പുസ്തകം എഴുതിയപ്പോൾ ഇവിടെയുള്ളവർ ഗീത മാത്രം പഠിച്ചു. ഉദ്ധവ് ഗീത മനസ്സിലാക്കാനുള്ള ബുദ്ധി സായിപ്പിനില്ല. അതിൻ്റെ തലം പോലും അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് വേണ്ടവരുടെ കയ്യിൽ മാത്രം നിന്നു. അത് ഭാഗവതത്തിലാണ് പറഞ്ഞത്. പക്ഷേ മഹാഭാരതത്തിൻ്റെ ഉള്ളിലുള്ള മറ്റ് 2 ഗീതകൾക്കും കുറേയൊക്കെ ജാതിയുടേതായിട്ടുള്ള വിഷയങ്ങൾ കൂടിയിട്ട്, അതുകൊണ്ടാണ് അത് പോപ്പുലർ ആവാൻ. ഒരു ചണ്ടാളം പറഞ്ഞ ഗീത പഠിക്കാൻ, അതും ചണ്ടാളം ബ്രാഹ്മണനെ ഗീത പറഞ്ഞ് പഠിപ്പിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അത് ഇന്ത്യയുടെ പൊതു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായൊരു വിഷയമാണ്. വ്യാസൻ അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹം എല്ലാം അത് ആർക്ക് വേണമെങ്കിൽ ഓരിക്കുടിക്കാവുന്ന മാത്രം. അതിപ്പോൾ യുധിഷ്ഠിരൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, അർജുനോടും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞ ഗീത ആവർത്തിക്കാൻ പറയുമ്പോൾ പറയും എന്ത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അന്നത്തെ നീയും അന്നത്തെ ഞാനും ഇല്ല എന്ന് അർജുന, ഇന്നത്തേന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ശരിയായ ഗുരു. അല്ലാണ്ട് ഏതോ നൂറ്റാണ്ടിലത്തെ ജീവിത രീതി ഇന്നും അനുവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കലല്ല. അതല്ല സംസ്കാരം, അതല്ല മതം.